ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് ചാറ്റ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെക്കുറിച്ചാണ്. വളരെ വിശദമായിട്ട് നമുക്ക് ഈ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാം. കേരളത്തിൽ 5 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. കേരള പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം 5 ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിലുള്ളത്. എന്നാൽ കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ആകെ 6 ദേശീയോദ്യാനങ്ങളുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ 5 ദേശീയോദ്യാനങ്ങളെക്കുറിച്ചാണ്. ഈ 5 ദേശീയോദ്യാനങ്ങളിൽ 4 എണ്ണവും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ഒരെണ്ണം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളാണ് ഇരവിക്കുളം ദേശീയോദ്യാനം, മതികെട്ടാം ചോല ദേശീയോദ്യാനം, ആനമുടി ചോല ദേശീയോദ്യാനം, പാമ്പാടും ചോല ദേശീയോദ്യാനം. ഒരു ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. ഓരോ ദേശീയോദ്യാനങ്ങളും നിലവിൽ വന്ന വർഷം ആദ്യം ഒന്ന് പഠിക്കാം. ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവിക്കുളം ദേശീയോദ്യാനം. സ്ഥാപിതമായത് 1978. ഇരവിക്കുളം ദേശീയോദ്യാനം നിലവിൽ വന്നത് 1978 1984 സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥാപിതമായത്. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥാപിതമായത്. 2003 മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥാപിതമായത്. ആനമുടി ചോല ദേശീയോദ്യാനം സ്ഥാപിതമായതും 2003. പാമ്പാടും ചോല ദേശീയോദ്യാനം സ്ഥാപിതമായതും 2003. ഒന്നുകൂടെ പറയാം. ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥാപിതമായത് 1978, സൈലന്റ് വാലി 1984, മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല എന്നീ 3 ദേശീയോദ്യാനങ്ങളും സ്ഥാപിതമായത് 2003. പെരിയാർ ദേശീയോദ്യാനം സ്ഥാപിതമായത് 1982 എന്ന് ഓർത്ത് വെക്കുക. പെരിയാർ ദേശീയോദ്യാനം സ്ഥാപിതമായത് 1982. പി എസ് സി ഉത്തരസൂചിക പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തെ 5 ദേശീയോദ്യാനങ്ങളാണ്. പക്ഷെ പെരിയാറിൻ്റെ വർഷമൊന്നും ഓർത്ത് വെക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമായ ഇരവിക്കുളം ദേശീയോദ്യാനത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ് ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി, താലൂക്ക് ദേവികുളം, പഞ്ചായത്താണെങ്കിൽ മൂന്നാർ പഞ്ചായത്ത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 1978 സ്ഥാപിതമായ ദേശീയോദ്യാനമാണ് ഇരവിക്കുളം ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമായി കണക്കാക്കുന്നത് ഇരവിക്കുളം ദേശീയോദ്യാനമാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇരവിക്കുളം ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത്. ഇരവിക്കുളം പാർക്കിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് 1975. ഇവിടെ മാറിപ്പോവരുത്. ഇരവിക്കുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1975. ഇരവിക്കുളം പാർക്കിനെ ദേശീയോദ്യാനമായി ഉയർത്തിയത് 1978. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയോദ്യാനമാണ് ഇരവിക്കുളം ദേശീയോദ്യാനം. ഇരവിക്കുളം ദേശീയോദ്യാനത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 97 ചതുരശ്ര കിലോമീറ്ററാണ്. ഈ PDF പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ് ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 1978 സ്ഥാപിതമായി. 1975 ഇരവിക്കുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. 1978 ഇരവിക്കുളം ദേശീയോദ്യാനമായിട്ട് മാറി. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഇരവിക്കുളം ദേശീയോദ്യാനമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇരവിക്കുളം ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത്. ബാക്കി ഭാഗം നോക്കാം. ഇരവിക്കുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്, നീലഗിരി താർ. ഇരവിക്കുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. വരയാടിൻ്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമായിട്ട് അറിയപ്പെടുന്നത് വരയാടാണ്. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവിക്കുളം ദേശീയോദ്യാനം. മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാട്. ഫെബ്രുവരി മുതൽ മാർച്ച് മാസം വരെയാണ് വരയാടുകളുടെ പ്രജനനകാലം. ചോലവനങ്ങളും പുൽമേടുകളുമാണ് ഇരവിക്കുളം ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്നത്.
അതുപോലെ ഇരവിക്കുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. ഇരവിക്കുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് 2695 മീറ്ററാണ്. ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സുഖവാസ കേന്ദ്രങ്ങളാണ് രാജമല, പന്തുമല, ചിന്നപ്പന്തുമല. ഇതോടെ ഓർത്തു വെക്കുക. ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സുഖവാസ കേന്ദ്രങ്ങൾ രാജമല, പന്തുമല, ചിന്നപ്പന്തുമല. നീലക്കുറിഞ്ഞി സംരക്ഷിക്കപ്പെടുന്നതും ഇരവിക്കുളം ദേശീയോദ്യാനത്തിലാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തെക്കുറിച്ചാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. സൈലന്റ് വാലിയുടെ വിസ്തീർണം 89.52 സ്ക്വയർ കിലോമീറ്റർ കോർ ഏരിയ ആയിട്ടും ബഫർ സോണായിട്ട് 148 ചതുരശ്ര കിലോമീറ്ററും ഉണ്ട്. അതിനാൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായിട്ട് അറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. 2007 സൈലന്റ് വാലി ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത്. സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2009. 2009 സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഏറ്റവും പഴക്കമുള്ള ഭൂപ്രദേശമാണിത്. സൈലന്ത്രി വനം എന്നാണ് സൈലന്റ് വാലി പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. മഹാഭാരതത്തിൽ സൈലന്ത്രി വനം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി അല്ലെങ്കിൽ നിശബ്ദ താഴ്വര എന്ന പേര് വരാൻ കാരണം ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. ചീവീടുകളുടെ അസാന്നിധ്യം ഈ വനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് റൈറ്റ്. സൈലന്റ് വാലി അല്ലെങ്കിൽ നിശബ്ദ താഴ്വര എന്ന പേര് വരാൻ കാരണം എന്താണ്? അവിടെ ചീവീടുകൾ ഇല്ല എന്നതാണ്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് റൈറ്റ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമമാണ് മക്കാക്ക സിലനസ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. കേരളത്തിലെ നിത്യഹരിതവനം, കേരളത്തിലെ ഏക കന്യാവനം, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നൊക്കെ അറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. കേരളത്തിലെ നിത്യഹരിതവനം, കേരളത്തിലെ ഏക കന്യാവനം, ഏറ്റവും വലിയ മഴക്കാട് എന്നൊക്കെ അറിയപ്പെടുന്നത് സൈലന്റ് വാലിയെയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുന്തിപ്പുഴയാണ്. എന്നാൽ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. ഈ തൂതപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. തൂതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷമാണ് 1984. 1984 ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. എന്നാൽ സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഈ സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ്. സൈലന്റ് വാലി പ്രദേശത്തെ ഗോത്രവർഗങ്ങളാണ് ഇരുളർ, മുതുകർ, കുറുമ്പർ. ഇരുളർ, മുതുകർ, കുറുമ്പർ എന്നിവർ സൈലന്റ് വാലി പ്രദേശത്തെ ഗോത്രവർഗ വിഭാഗങ്ങളാണ്. നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൈലന്റ് വാലി പ്രക്ഷോഭത്തെ പറ്റിയാണ്. 1970-കളിൽ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിക്ക് എതിരെ നടന്ന പോരാട്ടമാണ് സൈലന്റ് വാലി പ്രക്ഷോഭം. 1970-കളിൽ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിക്ക് എതിരെ നടന്ന പോരാട്ടമായിരുന്നു സൈലന്റ് വാലി പ്രക്ഷോഭം. സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. സുഗതകുമാരി, ONV കുറുപ്പ്, NV കൃഷ്ണവാര്യർ തുടങ്ങിയ പ്രസിദ്ധ കവികൾ സൈലന്റ് വാലി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു. സൈലന്റ് വാലി പ്രക്ഷോഭത്തെ ജനകീയമാക്കിയ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംഘാടകനാണ് ഡോക്ടർ MK പ്രസാദ്.
ഒന്നുകൂടെ പറയാം, 1970-കളിൽ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിക്ക് എതിരെ നടന്ന പോരാട്ടമായിരുന്നു സൈലന്റ് വാലി പ്രക്ഷോഭം. സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. സൈലന്റ് വാലി പ്രക്ഷോഭത്തെ ജനകീയമാക്കിയ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംഘാടകനായിരുന്നു ഡോക്ടർ MK പ്രസാദ്. അതുപോലെ സുഗതകുമാരി, ONV കുറുപ്പ്, NV കൃഷ്ണ വാര്യർ തുടങ്ങിയ പ്രസിദ്ധ കവികളും സൈലന്റ് വാലി പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു. സൈലന്റ് വാലി അഥവാ നിശബ്ദ വസന്തം എന്ന കവിത രചിച്ചത് സുഗതകുമാരിയാണ്. സൈലന്റ് വാലി അഥവാ നിശബ്ദ വസന്തം എന്ന കവിത രചിച്ചത് സുഗതകുമാരി. ബാക്കി ഭാഗം നോക്കാം. 1979-ൽ സൈലന്റ് വാലി പാത്രക്കടവ് പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. 1979-ൽ സൈലന്റ് വാലി പാത്രക്കടവ് പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. 1980-ൽ സൈലന്റ് വാലി പാത്രക്കടവ് പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കേന്ദ്ര സംസ്ഥാന സംയുക്ത സമിതിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ MGK മേനോൻ. മാറിപ്പോവരുത്, 1979-ൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് MS സ്വാമിനാഥൻ. 1980-ൽ അടുത്ത വർഷം തന്നെ സൈലന്റ് വാലി പാത്രക്കടവ് പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കേന്ദ്ര സംസ്ഥാന സംയുക്ത സമിതിയുടെ അധ്യക്ഷനാണ് പ്രൊഫസർ MGK മേനോൻ. പിന്നീട് 1983-ൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സൈലന്റ് വാലി പാത്രക്കടവ് പദ്ധതി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അടുത്ത പോയിന്റ്, സൈലന്റ് വാലി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് 2012-ലാണ് എന്ന കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. സൈലന്റ് വാലി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് 2012-ൽ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ദേശീയോദ്യാനമാണ് ആനമുടിച്ചോല ദേശീയോദ്യാനം. 2003-ലാണ് ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥാപിതമായത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. അതുപോലെ ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളാണ് ഇടിവര ചോല റിസർവ്, പുല്ലാരടി ചോല റിസർവ്, മന്നവൻ ചോല റിസർവ്. ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തു വയ്ക്കുക. അടുത്ത ദേശീയോദ്യാനമാണ് മതികെട്ടാൻ ചോല ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ് മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 2003-ലാണ് മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥാപിതമായിട്ടുള്ളത്. അത്യപൂർവമായ ചോലപ്പുൽ ആവാസ വ്യവസ്ഥ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണിത്. ചോലക്കാടുകളുടെയും ആനത്താവളങ്ങളുടെയും സംരക്ഷണത്തിനായിട്ട് നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് മതികെട്ടാൻ ചോല ദേശീയോദ്യാനം. 1897-ൽ മതികെട്ടാൻ ചോലയെ തിരുവിതാംകൂർ സർക്കാർ റിസർവ് വനമായി പ്രഖ്യാപിച്ചു. ദ്രാവിഡോ ജോക്കോ എന്ന ജനസിൽപ്പെടുന്ന പല്ലിയെ കണ്ടുവരുന്ന പ്രദേശമാണ് ആനമല. മതികെട്ടാം ചോലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. മതികെട്ടാം ചോലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ മതികെട്ടാം പുഴ, ഉച്ചിൽ കുത്തിപ്പുഴ, ഞാണ്ടാർ പുഴ. അടുത്ത ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇടുക്കി ജില്ലയിലെ പാമ്പാടും ചോല ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 2003 ഡിസംബർ 14-നാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം നിലവിൽ വന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.